മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലേക്ക് മഹാനവറുകൾ എടുത്തു വെച്ചു എന്ന് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് വിഷമങ്ങളിലൂടെ, തെറ്റുകുറ്റങ്ങളിലൂടെ എൻ്റെ പ്രിയമുള്ളവരെ കടന്നു പോയ ഒരാളായിരുന്നു ഉമർ തങ്ങൾ. അവസാനം ജീവിതത്തിൻ്റെ മേഖലകൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാറി എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം. പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് പരിശുദ്ധമായ ദീനിന്റെ പേരിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു കയറുന്ന സന്ദർഭങ്ങളാണ്, സാഹചര്യങ്ങളാണ് കാണുന്നത്. തട്ടമിട്ടതിന്റെ പേരിൽ പരിശുദ്ധമായ ഇസ്ലാമിലെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ അവിടെ നിന്ന് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇന്ന് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാൻ സത്യം പറഞ്ഞാൽ കഴിയുന്നില്ല. ഇന്ന് നമുക്ക് മുസ്ലിമിന്റെ ഷിയാർ, ഇസ്ലാമിക ഷിയാർ വെച്ചിട്ട് നടക്കാൻ നമുക്ക് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലും എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തുള്ള കേരളവും ആ കേരളത്തിലെ സുന്ദരമായ മലപ്പുറം ജില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സ്ഥലം, ഇതൊക്കെ വലിയ മഹത്വമായിരുന്നു എന്ന് നമ്മളൊക്കെ വിളിച്ചോതിരുന്ന നമ്മുടെ നാട്, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് അവിടെ പോലും നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് നമ്മുടെ ഇസ്ലാമിന്റെ രാജ്യം ഈ ഒരു സൗഹൃദത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അതിൻ്റെ പിറകിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഈ പരിശുദ്ധമായ ദിനങ്ങൾ ഓരോന്നും കടന്നു പോകുമ്പോഴും എങ്ങനെയാണ് നമുക്ക് ഇത്രത്തോളം ഈ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മിലേക്ക് കടന്നു വരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ അറിയേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അവസാന കാലഘട്ടമാകുമ്പോൾ വിശന്ന മനുഷ്യന് ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ പരിശുദ്ധമായ ദീനിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിക്കുന്നവരിലേക്ക് ശത്രുക്കൾ കൈനീട്ടിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്റെ തട്ടമിട്ടുകൊണ്ട് സ്കൂളിന്റെ വരാന്തരങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പിറകിൽ നിന്ന് വിളിച്ചിട്ട് ഇതൊരിക്കലും ഇവിടെ അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പിഞ്ചുകുട്ടിയെപ്പോലും അവിടുന്ന് വെറുതെ വിടാതെ ചില ഇസ്ലാമിക വിരോധികൾ അവിടുന്ന് കാണിച്ചു കൂട്ടിയത് എൻ്റെ പ്രിയമുള്ളവരെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. തോരന്നായിട്ടില്ലല്ലോ, നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഒരുപാട് നമ്മൾ സ്നേഹിക്കേണ്ടവരെന്ന് പറയുന്ന മതത്തിന്റെ ഓരോ മതത്തിന്റെ ആശയാദർശങ്ങൾ പഠിച്ചവർ, മുറുകെ പിടിച്ചവർ വരെ എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹവും സാഹോദര്യവും വാത്സല്യവും അവിടെ നിറച്ചു കൊടുക്കേണ്ട ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്കൊന്ന് നോക്ക്, എന്താണ് അവിടെയൊക്കെ നടക്കുന്ന അവസ്ഥ? അല്ലാഹുവേ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഷിആറുകൾ താടി വെച്ചതിന്റെ പേരിൽ, തൊപ്പി വെച്ചതിന്റെ പേരിൽ മുസ്ലിമായതിന്റെ പേരിൽ അവിടുന്ന് ആട്ടിയോടിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന വാക്കുകളെ കൊണ്ടും എൻ്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെ അവിടുന്ന് ശിക്ഷിക്കുന്നത്, ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ. എൻ്റെ പ്രിയമുള്ളവർ, അതുകാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, അവസാന കാലഘട്ടം വരുമ്പോൾ ഒരു സമയം നമുക്ക് വരാനുണ്ടല്ലോ. എങ്ങനത്തെ സമയമാണെന്നറിയോ? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, വിശന്നു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാ ഭക്ഷണ തളികയിലേക്ക് പടച്ചവനെ അവിടുന്ന് കൈനീട്ടുന്നത്, അതുപോലെ പടച്ചവനെ അവിടെ നിന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൈനീട്ടിക്കൊണ്ടിരിക്കുമെന്ന്, ശത്രുക്കൾ ഇങ്ങനെ കൈനീട്ടിക്കൊണ്ടിരിക്കുമെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ സമയത്ത് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിന്റെ ആശയങ്ങളെ പടച്ചവനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവന്റെ മേലിലേക്ക് വരാനുള്ള കാരണമെന്താ? അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ കുറവായത് കൊണ്ടാണോ? ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ദീനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കുറവായത് കൊണ്ടാണോ? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, സ്വഹാബാ,
ഒരിക്കലുമല്ല സ്വഹാബ, ഒരിക്കലുമല്ല സ്വഹാബ. ഇസ്ലാമിക ആശയങ്ങളും ആദർശങ്ങളും ചേർത്ത് പിടിക്കുന്നവര് ഒരുപാട് ഉണ്ടാകും സ്വഹാബ, ഒരുപാട് പേരുണ്ടാകും സ്വഹാബ. എന്നാലും ഇസ്ലാമിന്റെ ശത്രുക്കളായി കൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരുമെന്ന് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാന കാലഘട്ടമാകുന്ന സമയത്തതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തട്ടമിട്ടവരും ഇസ്ലാമിന് എതിരെ വരികയാ, ഹിജാബിട്ടവരും ഇസ്ലാമിന് എതിരെ വരുമല്ലോ. അതാ ഇസ്ലാമിന്റെ ശിയാറുകൾ ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് എതിരായി നടക്കുന്ന ആളുകളായി മാറുന്ന ഒരു കാലഘട്ടം വരുമെന്നോ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അറിയേണ്ട മഹാനാണ് ഉമർ തങ്ങള്. ജീവിതത്തിൽ അല്ലാഹുവിനെ മുറുകെ പിടിച്ച് നടന്ന മഹാനാണല്ലോ. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ദേഷ്യമായിരുന്നു, അല്ലാഹ് എന്ന് പറഞ്ഞാ ദേഷ്യമായിരുന്നു, റസൂൽ എന്ന് പറഞ്ഞാ ദേഷ്യമായിരുന്നു. പടച്ചവനെ അങ്ങനെ നടന്നിരുന്ന ഒരാളായിരുന്നു ഉമർ തങ്ങള്. അവസാനം ഹൃദയത്തിലെ ഈമാനിന്റെ നീരുറവ പൊട്ടിയപ്പോ പടച്ച തമ്പുരാനെ ചേർത്ത് വെച്ച മഹാനാ, അല്ലാഹുവിനെ കണ്ടറിഞ്ഞ മഹാനാ, ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു പോയ മഹാനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാറുകയാണ്. ആ ഉമർ തങ്ങള് അതാ നമുക്കൊരു ഉപദേശം തരുന്നുണ്ട്, ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തെന്നറിയോ? ഇന്നകും ലാ തഗ്ലിബൂന അദുവകും ബിഅദദിൻ വലാ ഉദ്ദാ. അതാ മഹാനവറുകൾ പറയുകയാണ്, ആയുധം കൊണ്ട്, ആൾബലം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ പരാജയപ്പെട്ടു പോയാൽ, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, ഘോരമായ യുദ്ധം ഇങ്ങനെ നടക്കുകയാണ്. മഹാനവറുകൾ അവിടെ നിന്ന് വിവരിക്കുകയാ, വലാകിൻ തഗ്ലബൂനഹും ബിഹാദദ്ദീൻ. നിങ്ങൾക്ക് നിങ്ങളെ ശത്രുക്കളെക്കാൾ ഉന്നതി ഉണ്ടായത് എങ്കിൽ എങ്ങനെയാണെന്നറിയോ? ശത്രുക്കളുടെ ശക്തി കൊണ്ട് നിങ്ങൾ അങ്ങ് പരാജയപ്പെട്ടു പോയാൽ എന്നാലും നിങ്ങൾക്ക് വല്ലാത്ത ഉന്നതിയായി പടച്ചു തമ്പുരാൻ എഴുതപ്പെടുകയാ, നിങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ കാണപ്പെടുകയാ. എങ്ങനെയാ നിങ്ങൾ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്തുന്നതെന്നറിയോ? തഗ്ലബൂനഹും ലിഹാദദ്ദീൻ. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ ദീനാ, പരിശുദ്ധമായ ഇസ്ലാമാ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് അതാ മഹാനവറുകൾ പറയുകയാ. എന്നാ ഫൈദസ്തവൈതും അൻതും വഅദൂവകും ഫിദ്ദുനൂബ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പടച്ചവനെ, നിങ്ങളെ എതിരായി കടന്നു വന്ന ശത്രുക്കളുണ്ടല്ലോ, ആ ശത്രുക്കളെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് നടക്കുന്നവനാണോ? ഹറാമുകൾ കാണുന്നവനാണോ? ഹറാമ് കേൾക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? കള്ളു കുടിക്കുന്നവനാണോ? എന്നാൽ നിങ്ങളും അവനെ പോലെയാ കാനത്തിൽ ഗലബത്തിലുഹും. പിന്നെ നിങ്ങൾക്കല്ല വിജയം നടക്കുന്നത്, പിന്നെ അവിടെ വിജയിക്കുന്നതാരാ? അവിടെ ശത്രുക്കളാണെന്ന് മഹാനവറുകൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചു നോക്ക്. ബദറിന്റെ രണാഗണത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ആ ബദറിന്റെ രണാഗണത്തിലേക്കൊന്ന് ആലോചിച്ചു നോക്ക്. പടച്ചവനെ, മുനാഫികൾ മുഴുവനും നിന്നിട്ട് പറയുകയാണ്, ആ ബദറിന്റെ രണാഗണത്തിലേക്ക് കടന്നു പോകുന്ന സ്വഹാബത്തിനെ വിളിച്ചിട്ട്, സ്വഹാബ പോകല്ല സ്വഹാബ, ശത്രുക്കൾ ഒരുപാടുണ്ട് സ്വഹാബ, നിങ്ങൾ പോയി കഴിഞ്ഞാ പരാജയപ്പെട്ടു പോകും സ്വഹാബ, അതുകൊണ്ട് പോകല്ല സ്വഹാബ, അതുകൊണ്ട് യുദ്ധത്തിന്റെ പറമ്പിലേക്ക് കടന്നു പോകണ്ട. ആ ശത്രുക്കളെ നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണുകൊണ്ടൊന്ന് നോക്കി
നോക്കിന്ത് ഓരോ ശത്രുക്കളും പടച്ചവനെ മുനാഫിക്കുകൾ നിന്നുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു കടന്നുപോയ സ്വഹാബത്ത് അതാവിടെന്ന് പറഞ്ഞതൊരേ ഒരു കാര്യമാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഞങ്ങൾക്ക് ഞങ്ങളെ അല്ലാഹ് മതിയടോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹ് മതിയടോ. ഈ ദുനിയാവിലെ ആഡംബരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അവിടെ ഞങ്ങളെ സഹായിക്കാൻ പടച്ച തമ്പുരാനുണ്ട്, അവിടെ ഞങ്ങളെ കൂട്ടുപിടിക്കാൻ പടച്ച തമ്പുരാനുണ്ട്. പടച്ചവനില്ല ആത്മാർത്ഥമായ വിശ്വാസമാ ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷിച്ചത്. അവസാനം റബ്ബുണ്ടെന്നുള്ള തീരുമാനം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയവനെന്നുള്ള തീരുമാനം വന്നപ്പോ ഹൃദയാന്തരത്തിൽ അല്ലാഹനെ കണ്ടറിഞ്ഞപ്പോ മനസ്സിനോട് തന്റെ ഹൃദയത്തോട് തന്റെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചപ്പോ ഉമ്മ അല്ലാഹ് കൈവിട്ടില്ലല്ലോ. ഏറ്റവും വലിയ പടച്ചവനെ പടകളായി കടന്നു വന്ന ശത്രുക്കള് പടച്ചവന് ആയുധങ്ങളുണ്ട്, ഒരുപാട് കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. അല്ലാഹുവേ അവരെ സന്തോഷിപ്പിക്കാൻ നൃത്തം വെക്കാനുള്ള നഗ്നരായി കാടിപ്പാടുന്ന പെണ്ണുങ്ങളുണ്ട്. പടച്ചവനെ ചെണ്ടയും മേളയുമായിട്ട് കടന്നു വന്ന ഒരുപാട് ശത്രുക്കള് അവർക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നതാരാ? അല്ലാഹുവിന്റെ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ പരാജയപ്പെടുത്താൻ ആർക്കാ കഴിഞ്ഞത്? ആ സ്വഹാബത്തിനെ പടച്ചവനെ പരാജയപ്പെടുത്താൻ ആർക്കാ കഴിഞ്ഞത്? എന്തുകൊണ്ടാ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാ കഴിയാതിരുന്നത്? ഹൃദയത്തിൽ അല്ലാഹനെ കൈവിട്ടില്ലല്ലോ. പടച്ചവനെ നമ്മളൊക്കെ നാവ് കൊണ്ട് അല്ലാഹന്റെ മുഹിബ്ബീങ്ങളാ, നിസ്കരിക്കുന്നവരാ, നോമ്പെടുക്കുന്നവരാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ. എന്നാ നമ്മുടെ ഇബാദത്തൊന്ന് എടുത്തു നോക്കിയാ പടച്ചവനെ പരാജയമാ. ഒരിക്കലും അവിടുന്ന് ഖുശൂ ഇല്ലല്ലോ, അതിൽ ഭക്തി ഇല്ലല്ലോ. പടച്ചവനെ ആരിക്കോ വേണ്ടി കുമ്പിട്ട് എണീക്കുന്നത് പോലെ. എന്നിട്ടും നമ്മൾ പറയുമല്ലോ ഉസ്താദേ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചു തമ്പുരാന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തു പറഞ്ഞിട്ടെന്താ കാര്യം എന്റെ പ്രിയമുള്ളവരെ? അതിൽ ആത്മാർത്ഥത കൊണ്ട് നടന്നിട്ടുണ്ടോ? നിസ്കാരത്തിൽ സുജൂദിലേക്ക് നിൽക്കുമ്പോ പോലും ചിന്തകൾ മറ്റു എന്തെങ്കിലും ഒന്ന് തക്ബീർ കെട്ടുമ്പോ ചിന്ത വേറെന്തൊക്കെയാ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹനെ കണ്ടറിയാൻ പടച്ചവനെ ഒന്ന് ആലോചിച്ചു നോക്ക്, ഒന്നാലോചിച്ചു നോക്ക്. വ്യഭിചാരിയായി കടന്നു പോകുന്നവരാണ്, കള്ളു കുടിക്കുന്നവരാണ്, ഹറാമ് കണ്ട് ഹറാമ് കേട്ട് ഹറാമ് ചെയ്ത് ഹറാമ് പ്രവർത്തിച്ച് ചിന്തിച്ച് നടക്കുന്ന ഒരാൾ പടച്ചവനെ വിഷമം വരുമ്പോ പറയുന്ന കാര്യം എന്തെന്നറിയോ? ഉസ്താദേ എനിക്ക് കടങ്ങളാണ്, ഉസ്താദേ എനിക്ക് മറ്റു വിഷമങ്ങളാണ്, രോഗങ്ങളാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാ. എങ്ങനെയാണോ നിനക്ക് ദാരിദ്ര്യം അല്ലാഹ് തരാതിരിക്കുന്നത്? എങ്ങനെയാണോ നിന്റെ വിഷമങ്ങൾ അല്ലാഹു തആല കാണുന്നത്? നിനക്ക് രോഗങ്ങൾ അല്ലാഹു തആല തരാതിരിക്കുന്നത് എങ്ങനെയാ? പടച്ച തമ്പുരാനെ കുറിച്ച് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ നീ? അല്ലാഹനെ കുറിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ഓർത്തിട്ടുണ്ടോ നീ? പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, മോനെ നിന്റെ വീട്ടിനകത്ത് നീ ഒന്ന് കയറിയിരിക്ക, നിസ്കാരപ്പായൊന്ന് വിരിക്ക, ആ നിസ്കാരപ്പാഴയിൽ നീ ഒന്നിരിക്ക, എന്റെ മുമ്പിൽ നിന്റെ കരങ്ങളൊന്ന് ഉയർത്ത്, എന്റെ കരങ്ങൾ ഉയർത്തി കണ്ണീരോടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ ഒന്ന് പൊട്ടിക്കരയാൻ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ലേ? പാതിരാ സമയമായ അല്ലാഹു തആല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരികയോ, എന്നിട്ട് അടിമകളായി നമ്മളിലേക്ക് നോക്കുകയോ. പടച്ചവനെ എന്റെ അടിമ എന്താ ചെയ്യുന്നത്? അവന് എന്നെ അറിയുന്നുണ്ടോ? അവൻ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? അവൻ എന്നെ നോക്കുന്നുണ്ടോ?
അവന് എന്താ ചോദിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒന്നാം ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ, ഘോരമായ യുദ്ധം ഇങ്ങനെ നടക്കാണ്, വാളും പരിചയമൊക്കെ എടുത്തിട്ട്, എന്നിട്ടോ അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ വിജയിച്ചിട്ടില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകാണ്. പക്ഷേ നിങ്ങൾ അവിടെ വിജയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് അവിടെ ശക്തി കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈമാനിന്റെ ബലമാണ്, നിങ്ങളുടെ ഈമാനിന്റെ ബലമാണ്. ഈ ഒരൊറ്റൊരു കാര്യം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എൻ്റെ പ്രിയമുള്ളവരെ, ബദർ യുദ്ധം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ശത്രുക്കളുടെ അവസ്ഥ, മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ആരൊക്കെയാണ് മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത്, എത്ര പേരാ എൻ്റെ പ്രിയമുള്ളവരെ ശത്രുപക്ഷത്തുണ്ടായിരുന്നത്, എത്ര വലിയ ആയുധങ്ങളും എത്ര വലിയ പീരങ്കികളും എത്ര വലിയ വാളും പരിചയവുമായി കടന്നു വന്ന ഈ ബദർ യുദ്ധത്തിലെ ശത്രുക്കൾ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിഷ്ഠൂരമായി എൻ്റെ പ്രിയമുള്ളവരെ പരാജയപ്പെടുത്തി കളഞ്ഞു. മുസ്ലിമീങ്ങളുടെ അവസ്ഥയോ, അവർക്ക് നോമ്പായിരുന്നു, നോമ്പ് നോച്ചുകൊണ്ട് പടച്ചവനെ ഒട്ടിയ വയറുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടുന്ന് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ആ യുദ്ധത്തിന് ഇറങ്ങിയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ദിവസങ്ങളായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ബദർ യുദ്ധത്തിലേക്ക് സ്വഹാബത്തും അവിടുന്ന് മുത്തുനബിയും യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നുപോയവരല്ല. സ്വന്തം മുതല്, സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവനും ശത്രുക്കൾ അവിടുന്ന് കൈക്കലാക്കുന്നു എന്നറിഞ്ഞപ്പോ എന്റെ പ്രിയമുള്ളവരെ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാ. അവസാനം ശത്രുക്കളൊക്കെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരെ അത് യുദ്ധത്തിലേക്കായി. ബദർ യുദ്ധം എന്ന് പറയുന്ന ആ മഹത്വമായ യുദ്ധം എന്റെ പ്രിയമുള്ളവരെ നടന്നു. ചരിത്രത്തിൽ കാണാം, ആ യുദ്ധം പരിശുദ്ധമായ ഇസ്ലാമിൽ നടന്നതുകൊണ്ട് ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടില്ല എങ്കിൽ ഒരു മുസ്ലിം പോലും എന്റെ പ്രിയമുള്ളവരെ ഇവിടെ അവശേഷിക്കില്ലായിരുന്നു, പരിശുദ്ധ ദീൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം പവിത്രമായിരുന്നു അള്ളാഹുവിന്റെ ആ ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും ചെയ്തിട്ടുള്ള ആ ബദർ യുദ്ധം. അവിടെയും എന്റെ പ്രിയമുള്ളവരെ വിജയിച്ചത് എങ്ങനെയാ, ആരാ അവിടെ വിജയിച്ചത്, സ്വഹാബത്ത് എങ്ങനെയാ വിജയിച്ചത്? അവർ അള്ളാഹുവിന്റെ മുമ്പിൽ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ ആത്മാർത്ഥമായി ജീവിച്ചത് കൊണ്ടാണ് അവരവിടെ വിജയിച്ചത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങി. മുനാഫിക്കുകളായ ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ അള്ളാഹു തആല അവസരം കൊടുത്തില്ലല്ലോ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിൽ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായിരിക്കാം. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തതായിരിക്കാം. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു അണുമണി തൂക്കം പോലും മാറി നിൽക്കാതെ വിശ്വസിച്ച ആളുകൾക്കാണ് അല്ലാഹു തആല അവസരം കൊടുത്തത്. ഞങ്ങൾ മുസ്ലിമാണ് എന്ന പേരിൽ മുത്തുനബിയുടെ മുമ്പിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്വഹാബത്തിനെ വിളിച്ചു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോര്. കാരണം എന്താ, പരാജയപ്പെടുമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പരാജയപ്പെട്ടോ? ഇല്ല. അവരവിടെ നിന്ന് വിജയിച്ച് മുന്നേറി വന്നില്ലേ? അവർ വിളിച്ചപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിന്റെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതാ. നമ്മൾ ഹറാമ് കാണും, നമ്മൾ ഹറാമ് കേൾക്കും, ഹറാമ് പറയും, ഹറാമ് ചിന്തിക്കും, ഹറാമിലേക്ക് നടന്നു പോകും, എല്ലാ തെറ്റുകളും നമ്മൾ ചെയ്യും. നാക്ക് കൊണ്ടൊക്കെ ഓരോരുന്നും പറയുന്നത് കേട്ടാൽ എന്റെ പ്രിയമുള്ളവരെ, ആ നാക്ക് പിന്നെ കണ്ടാ നമുക്ക് അറപ്പ് തോന്നും. ആ രൂപത്തിലെ തെറിയൊക്കെ നമ്മൾ വിളിക്കും. എന്നാലും എന്റെ പ്രിയമുള്ളവരെ, പരാജയം വന്നാ പറയും, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, എനിക്കെന്നും പ്രയാസമായി, എനിക്കൊന്നും വിഷമമാണ്. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും വിഷമവും സങ്കടങ്ങളുമായി നിൽക്കുമ്പോ മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയവും വിഷമവും ഘട്ടങ്ങളിലൂടെയും എന്നെ കടത്തിവിടുന്നത് എന്നും എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ പടച്ച തമ്പുരാന് എപ്പോഴും നമുക്കത് പരീക്ഷണമായി കൂട്ടണമെന്നില്ല. നമ്മൾ ചെയ്തതിന്റെ ഭവിഷ്യത്തായിട്ട് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. രോഗങ്ങൾ തരും, നമ്മൾ പറയും ഇതൊക്കെ പടച്ചവന്റെ പരീക്ഷണാണെന്ന് പറയും. ഒക്കെ പരീക്ഷണമല്ല.
നമ്മൾ ചിലത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു തആല കാണിച്ചു തരുന്ന വിഷമങ്ങളുണ്ട്. അതുകൊണ്ടാ പറയുന്ന ദുനിയാവിന്റെ തൊലിക്കുമുള്ളിലൂടെ കടന്നു പോകും. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ അറിയണം. ആ പടച്ച തമ്പുരാനെ മനസ്സിലാക്കാതെ ജീവിക്കരുത് എന്റെ പ്രിയമുള്ളവരെ. ഇനിയോ നമുക്ക് പരീക്ഷണ ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തരാം. ഒരുപാട് വേദനകൾ പടച്ച തമ്പുരാൻ നമുക്ക് തരുമല്ലോ. സങ്കടങ്ങൾ അല്ലാഹു തആല തരുമല്ലോ. എല്ലാ സങ്കടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും ജീവിക്കുന്ന കാലഘട്ടത്തില് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ മറന്നു കളയരുത്. അല്ലാഹനെ ശപിക്കുന്ന ആളുകളുണ്ട്. പടച്ചവൻ എന്തിനാ എനിക്ക് ഈ അസുഖം തന്നത്, ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. പടച്ചവനെ, ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ ഏറ്റവും കൂടുതൽ പടച്ചവനെ പരീക്ഷണം കൊടുത്തത്, അല്ലാഹു തആല വിഷമങ്ങൾ കൊടുത്തത്, വേദനകൾ കൊടുത്തത് പ്രവാചകന്മാർക്ക്. എന്നാൽ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം കൊടുത്തത്, പരീക്ഷണങ്ങൾ കൊടുത്തത്, സങ്കടങ്ങൾ കൊടുത്തത് പടച്ച റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ പ്രവാചകർക്ക് അല്ലാഹുവിനോട് സ്നേഹമില്ലായിരുന്നോ? അല്ലാഹുവേ, തിരിച്ചും അങ്ങനെ തന്നെയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകരോടല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലാഹുവിനുണ്ടായിരുന്നത്. എന്നിട്ടും അല്ലാഹു തആല പരീക്ഷണങ്ങൾ കൊടുക്കാനുള്ള കാരണം എന്താ? അത് റബ്ബിലേക്കുള്ള അടുപ്പമാണല്ലോ. അല്ലാഹുവിന്റെ തിരിച്ചുമുള്ള സ്നേഹമാണ് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തില് അല്ലാഹു തആല പരീക്ഷണം തന്ന രണ്ട് രൂപത്തിലാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈമാൻ കുറഞ്ഞു പോയോ അല്ലാഹ്? ജീവിതത്തിലെ തെറ്റുകളെ കൊണ്ടാണോ അല്ലാഹ്? അല്ലാഹുവിനോട് ഇരു കരങ്ങളും നീട്ടിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഇത് എനിക്കുള്ള അദാബാണോ? എന്റെ തെറ്റുകളെ കൊണ്ട്, എന്റെ വിഷമങ്ങളെ കൊണ്ട്, എന്റെ ജീവിതത്തിൽ വന്ന അപരാധങ്ങളെ കൊണ്ട് എനിക്ക് നീ തന്ന പരീക്ഷണമാണോ അല്ലാഹ്? എനിക്ക് നീ തന്ന അദാബാണോ അല്ലാഹ്? ഈ അദാബിൽ എന്നെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഇനിയല്ല നീ തന്നിട്ടുള്ളത് ഇത് എന്നെ പരീക്ഷിക്കാനാണോ? എന്റെ ഈമാൻ അളക്കാനുള്ള പരീക്ഷണമാണോ? എന്നാൽ ഇതിൽ നീ എന്നെ വിജയിപ്പിക്കണേ എന്ന് എന്റെ പ്രിയമുള്ളവരെ, ഇരു കരങ്ങൾ ഉയർത്തി പടച്ച റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. ഒരിക്കലും മറന്നു പോകരുത് ഉമ്മ, ഒരിക്കലും അവിടുന്ന് മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാണ്, ഏറ്റവും വലിയവൻ അവനാ. ആ പടച്ച തമ്പുരാനെ മറന്നാൽ, ആ റബ്ബിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ടില്ല എങ്കിലോ മോനെ ജീവിതം പരാജയമാ. ദുനിയാവിൽ ഒരുപാട് ആളുകളുണ്ട്. ദുനിയാവിലുള്ള ജനങ്ങൾ മുഴുവനും നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്നെ അറിയുന്നുണ്ടോ? നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ടോ? പക്ഷേ പടച്ച തമ്പുരാനിലേക്ക് നിനക്ക് ഇഷ്ടമില്ല. അള്ളാന്റെ പ്രീതി പിൻപറ്റാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാ ദുനിയാവിലുള്ള ഒരു മഖ്ലൂക്കിന്റെ സ്നേഹമോ ഒരു ബന്ധമോ ഒരു മുന്നറിയിപ്പോ ഒന്നും നിനക്ക് ലഭിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാ ദുനിയാവിലുള്ള ആളുകൾ എല്ലാവരും നിന്നോട് വെറുപ്പാ, എല്ലാവരും നിന്നോട് ശപിച്ചിരിക്കുകയാ, എല്ലാവരും നിന്നോട് തെറ്റിയിരിക്കുകയാ. എന്നാ ഏകനായ പടച്ച തമ്പുരാൻ മാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്, നീ ഏറ്റവും വലിയ ഉന്നതനെന്ന് പറയുന്നുണ്ട്. എന്നാ മോനെ, അത് മതിയടാ നിനക്ക്, അത് മതി നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ചവനെ, ഇന്ന് ഹൃദയത്തിനകത്ത് എല്ലാവർക്കും അഹങ്കാരം വന്നിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോ, അധികാരങ്ങൾ കിട്ടുമ്പോ, പണം കൈക്കല് കടന്നു വരുമ്പോ, പടച്ചവനെ ഒന്ന് വലുതായി എന്ന് വിചാരിക്കുമ്പോ ജീവിതം മുഴുവനും പരാജയപ്പെട്ടു പോകുന്ന രൂപത്തിലോ ജനങ്ങൾ മുഴുവനും ആയി മാറുകയാ.
ഉമ്മ അഹങ്കരിച്ചു പോകരുത് വാപ്പാ. പെണ്ണെ അഹങ്കരിക്കരുത്. അഹങ്കാരം ഒരിക്കലും ആപത്താ. നിന്റെ ജീവിതത്തിൽ അത് വിജയം നിനക്ക് തരില്ലല്ലോ. നിന്റെ ജീവിതത്തിൽ പരാജയം തരുന്നതോ. ഒരിക്കലും അവിടുന്ന് അഹങ്കരിച്ചു പോകരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ അധ്വാനിച്ച് ഗൾഫിലേക്ക് പടച്ചവനെ കടന്നു പോവുകയാണ്. ഈ ദുനിയാവിൽ നിന്റെ നാട്ടിൽ നീ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ടോ? അതൊന്നും നിനക്കൊരു രാഗത്തായി നിനക്ക് തോന്നിയില്ല. നിനക്ക് ഏറ്റവും ഉന്നതി നിനക്ക് നീ അവസാനം ഗൾഫിലേക്ക് പോയി അവിടെ നിനക്ക് നല്ല ജോലി പടച്ചറപ്പ് നിനക്ക് ആക്കി തരുകയോ. ആ ജോലി ചെയ്തുകൊണ്ട് അല്ലാ നീ ഇങ്ങനെ കഴിയുമ്പോ നിനക്ക് നല്ല സാലറി കിട്ടി. നിനക്ക് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പടച്ചവനെ അവിടുന്ന് ജോലി സ്ഥാനം കിട്ടുകയാണ്. നിനക്ക് നല്ല ജോലിയും പത്രാസും പവറും ശമ്പളവും ഒക്കെ കടന്നു വരുമ്പോ അല്ലാഹനെ മറന്ന് നീ നടക്കല്ലടാ. അല്ലാഹനെ മറന്നുകൊണ്ട് നീ നടക്കല്ലേ. ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിലേക്കൊന്ന് നോക്ക്. അവർക്ക് നല്ല ജോലി കിട്ടുമ്പോ അധികാരം കിട്ടുമ്പോ പത്രാസ് വരുമ്പോ അല്ലാഹനെ മറന്നിട്ടുണ്ടോ? അല്ലാഹനെ കൈവിട്ടു പോയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണേ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. ആരുടെ ചരിത്രമാണെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അല്ലാഹുവേ, കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും കൂടുതൽ അടുത്ത ആളായി നിന്നിരുന്ന, അള്ളാഹിനെ കുറിച്ച് അടുത്തുകൊണ്ട് നിന്നിരുന്ന, പടച്ചവനെ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ കേട്ടുകൊണ്ട് തലയാട്ടിരുന്നിരുന്ന ഖാറൂനെ കുറിച്ച് നമുക്കറിയുമല്ലോ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനൊന്ന് എടുത്തു നോക്ക്. ആ ഖുർആനിലെ ഖാറൂനെ കുറിച്ചിട്ട് അവിടെ നിന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഹങ്കാരികൾ കേൾക്കേണ്ട കാര്യമാ. പഠിച്ചവനെ ഒന്ന് കേട്ടു നോക്ക്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നടന്നിട്ട് അള്ളാനെ പറഞ്ഞു കൊടുത്തവര്, അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിച്ചവര്, പഠിച്ചവനെ അവസാനം ഒന്ന് കേട്ടു നോക്കണ്ട പ്രിയമുള്ളവരെ. അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവിടുന്ന് ദുആ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പറയും. അതിലൊക്കെ ഖാറൂനും പങ്കെടുത്തിരുന്നവത്രേ. അതാ പടച്ചവനെ അവസാനം കേൾക്കുന്ന വാർത്ത എന്തെന്നറിയോ? ഖാറൂൻ അവിടുന്ന് ഒരുപാട് അധികാരം കിട്ടിയിരിക്കുകയാ, സമ്പത്ത് ലഭിച്ചിരിക്കുകയാ, അധികാരം ലഭിച്ചിരിക്കുകയാ, സ്ഥാനമാനങ്ങൾ കിട്ടിയിരിക്കുകയാ. അവസാനം ഖാറൂന്റെ ജീവിതം എന്താണെന്ന് കേട്ടു നോക്കേണ്ട പ്രിയമുള്ളവരെ. പടച്ചവനെ അധികാരവും പവറും എല്ലാം കിട്ടിയപ്പോ പിന്നെ അള്ളാനെ ഓർക്കുന്നില്ല, അള്ളാനെ ഓർക്കുന്നില്ല. പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് നടക്കുകയാ. പടച്ചവനെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ടൊരു ബന്ധവുമില്ല. ഒരുപാട് അധികാരത്തിന്റെ കഥകളാ പറയുന്നത്, ഒരുപാട് ഹറാമിന്റെ കൂട്ടുകെട്ടുകളാ ഉള്ളത്. അല്ലാഹുവേ, പണം മുഴുവനും ചെലവാക്കുന്നത് ഹറാമിന് വേണ്ടിയിട്ടാ. ദൂർത്തടിച്ചുകൊണ്ട് ഖാറൂന് നടക്കുകയാണ്. അതാ പരിശുദ്ധ ദീനിന് വേണ്ടി ചോദിച്ചാൽ അവിടുന്ന് കൊടുക്കുന്നില്ല. അള്ളാനെ കളിയാക്കുകയാ, അല്ലാഹ് എന്ന് വരെ പറയാൻ തുടങ്ങുകയോ. അല്ലാഹുവേ, അധികാരവും പവറും കടന്നു വരുമ്പോ ഇന്നും ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇന്നും ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. മോനെ, ഖാറൂന്റെ ജീവിതം നിനക്കൊരു പാഠമാണടാ, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പാഠമാണെന്ന് പടച്ചവനെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയോ. അവസാനം മുസ്ലിമീങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയോ. എന്നിട്ട് അവിടെ നിന്ന് തീരുമാനമെടുക്കുന്നു, ഇന്നലെ വരെ നമ്മ കൂടെ നടന്നവനല്ലേ ഖാറൂന്, ഇന്നലെ വരെ നമ്മുടെ ഒപ്പം നിന്നവനല്ലേ ഖാറൂന്. അതുകൊണ്ട് അവനോട് നമുക്ക് നന്മ ഉപദേശിക്കാം, നല്ലത് പറഞ്ഞു കൊടുക്കാം. പടച്ചവനെ, അവന്റെ മുമ്പിലേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു ചെല്ലുകയാണ്. ഖാറൂനെ, നിന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന് കൊടുക്ക്, അല്ലാഹ്ക്ക് കൊടുക്ക്. നീ എന്തേ അല്ലാഹനെ മറക്കുന്നത്? പടച്ച റബ്ബിനെ എന്തേ മറക്കുന്നത്? അതാ എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും കടന്നു വരുമ്പോ അവിടെ
അവിടുന്ന് ഖാറൂന് പറയുന്ന കാര്യം എന്തെന്നറിയോ? നിങ്ങൾ എന്റെ മുമ്പിലേക്ക് കടന്നു വരണ്ട, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതല്ല ഇത് എന്റെ കഴിവ് കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എന്നോടാരും മിണ്ടരുത്, എന്നോടാരും പറയരുത്. പടച്ചവനെ ഈ കാര്യം അവിടുന്ന് പടച്ചവനെ ധിക്കാരത്തോടുകൂടെ ഖാറൂന് പറയുമ്പോ അതാ പടച്ചവനെ ശത്രുക്കളായ ആളുകൾ പൊട്ടിച്ചിരിക്കുകയാ. മുസ്ലിമീങ്ങളായ ആളുകൾ അവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് ആട്ടിവിടുകയോ. പടച്ചവനെ അവസാനം എന്താ സംഭവിച്ചതെന്നറിയോ? ഖാറൂന്റെ മുമ്പിൽ ജനങ്ങൾ വന്നിട്ടോ അവിടെ നിന്ന് സങ്കടങ്ങൾ പറയുന്നുണ്ട്. അള്ളാന്റെ ദീനിലേക്ക് കടന്നു വരാൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവേ, കണ്ണീരോടെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോ പടച്ചവനെ മുസ്ലിമീങ്ങള് ഖാറൂനെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ ഇരിക്കുകയാ. ഇതിനുള്ള മറുപടി ഖാറൂൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവേ, തന്റെ അധികാരമെല്ലാം ഉപയോഗിച്ചിട്ട് വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുകയാണ്, വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയാ, വലിയ വലിയ പടച്ചവനെ പൂന്തോട്ടങ്ങള്, സ്വർഗത്തിന്റെ പടച്ചവനെ വസ്ത്രങ്ങള് അല്ലാഹുവേ അവന്റെ ആളുകൾക്ക് മുഴുവനും അവിടുന്ന് വിതരണം നടത്തുകയാണ്. പണമുള്ളവന്റെ കൂടെയാണല്ലോ ഇന്ന് ആളുകളുള്ളത്, പണമുള്ളവനോ ആണല്ലോ ഇന്ന് പത്രാസുള്ളവനാണ് ആളുകളുള്ളത്. പടച്ചവനെ, പാവപ്പെട്ടവന്റെ കൂടെ ആരുമില്ല. ദീനും പറഞ്ഞു നടക്കുന്നവൻ ആർക്കും ഇഷ്ടമില്ല. വഅദും ഇന്ന് ആർക്കും കേൾക്കണ്ടോ, സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കണ്ടോ, അള്ളാഹിനെ കുറിച്ച് ആർക്കും അറിയണ്ടോ. ഇന്നതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. ആ കാലഘട്ടത്തിലെ ജനങ്ങളും അങ്ങനെയാ. ഖാറൂൻ അവിടുന്ന് പടച്ചവനെ അല്ലാഹു തആല അധികാരം കൊടുത്തു, പവർ കൊടുത്തു. ഇതുകൊണ്ട് ദീനിനെതിരെ കളിക്കുകയാണ്. അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ പടച്ചവനെ അവിടെ നിന്നതാ അല്ലാഹുവിനെ കളിയാക്കുകയാ, പരിശുദ്ധ ദീനിനെ കളിയാക്കുകയാണ്. അല്ലാഹുവിനെ ഒരിക്കലും വേണ്ട, അള്ളാഹിനെ ധിക്കരിച്ചു കൊണ്ട് നടക്കുകയാ. അല്ലാഹുവേ, പടച്ചവനെ ഈ വിവരമതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ അറിയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കൂടെ നടന്നിരുന്നവനല്ലേ. മൂസാ നബിക്ക് വല്ലാത്ത സങ്കടമാവുകയാ. അവസാനം ഖാറൂന് തന്റെ ജീവിതത്തിലെ എല്ലാ സമ്പത്തുകളെല്ലാം ഉപയോഗിച്ചിട്ട് പടച്ചവനെ സ്വർണം കൊണ്ടുള്ള വസ്ത്രം അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. ആ വസ്ത്രം നിലത്തിലൂടെ അടിക്കുന്ന രൂപത്തിലാ. പടച്ചവനെ, മാത്രമല്ല അല്ലാഹുവേ, സ്വർണം കൊണ്ടുള്ള കിരീടം എടുത്തിട്ട് തലയിൽ വെക്കുകയാ, സ്വർണത്തിന്റെ ചെരുപ്പ് ധരിക്കുകയാ. അല്ലാഹുവേ, ജനങ്ങളെ മുഴുവനും തന്റെ പാറാവുകാരെ തന്റെ ആളുകളെ ഇങ്ങനെ ചുറ്റും നിർത്തിയിരിക്കുകയാ. കൊട്ടാരം വല്ലാതെ അലങ്കരിച്ചിരിക്കുകയാ. കാണുന്നവർക്ക് അവിടുന്ന് പടച്ചവനെ ആ ജനങ്ങളെ മുഴുവനും അവിടുന്ന് പറയുകയാണ്, അല്ലാ, ഇതുപോലെ ഞങ്ങൾക്കും നീ തന്നിരുന്നെങ്കിൽ അല്ലാ, ഞങ്ങൾക്കും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലാ, നീ ഖാറൂന് ഇത്രത്തോളം അനുഗ്രഹം കൊടുത്തല്ലോ, ഞങ്ങൾക്കും ഒന്ന് തന്നുകൂടെ അല്ലാ എന്നവിടുന്ന് ഓരോരുത്തരും പറയുകയാണ്. പടച്ചവനെ, എല്ലാവർക്കും മുമ്പിലൂടെ അഹങ്കാരത്തോടെ അധികാരത്തോടെ ഖാറൂനെ അഹങ്കരിച്ചു കൊണ്ട് കടന്നു വരികയാ. അല്ലാഹുവേ, അവിടുന്ന് ഈ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നല്ല സുഗന്ധം ഉപയോഗിച്ചിട്ട് എല്ലാവരും അവിടുന്ന് പാട്ടുപാടുന്നു, എല്ലാവരും അവിടുന്ന് സന്തോഷിക്കുന്നു, ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനത്തെ രൂപത്തിൽ ഖാറൂന് കടന്നു വരുമ്പോ അല്ലാ അല്ലാ ജനങ്ങൾ അവനെ കുറിച്ച് അഭിമാനം പറയുമ്പോ അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഖാറൂൻ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? തന്നെയും തന്റെ സമ്പത്തും തന്റെ അധികാരവും തന്റെ കൊട്ടാരവുമെല്ലാം പടച്ചവനെ ഭൂമി വിഴുങ്ങുകയാ.
ഭൂമിക്കടിയിലേക്ക് പടച്ചവനെ താന്നു പോവുകയാണ്. ഭൂമി വിഴുങ്ങി എന്നെന്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. എന്തേ കാരണം, എന്തേ സംഭവിച്ചതെന്റെ പ്രിയമുള്ളവരെ? അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് നോക്കൂ. ജനങ്ങൾ മുഴുവനും തിരിച്ചു പറയുന്ന കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ഇനി ഞങ്ങൾക്ക് ഹാറൂനെ പോലെ ആകണ്ട അല്ലാ, അവനെ പോലെ അധികാരം വേണ്ട അല്ലാ, അവനെ പോലെ അഹങ്കാരം വേണ്ട അല്ലാ, അവനെ പോലെ ആയിരുന്നെങ്കിൽ അല്ലാ എന്ന് വിചാരിച്ചിരുന്ന ജനങ്ങളെ കൊണ്ട് പടച്ചുറപ്പ് തിരിച്ചു പറയിപ്പിച്ച കാര്യം നോക്കൂ. ഒരിക്കലും അവനെ പോലെ ആകണ്ട അല്ലാ, അവനെ ഞങ്ങൾക്ക് കാണണ്ട അല്ലാ. അവനെ ഭൂമി വിഴുങ്ങി എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ, ചരിത്രം നമ്മെ പരിചയപ്പെടുത്തുമ്പോ, പഠിപ്പിക്കുമ്പോ, വാപ്പാ ചരിത്രങ്ങൾ പഠിക്കുന്നത് എന്തിനാ? ഉമ്മാമ പഴയകാല കാലഘട്ടത്തിലെ സംഭവങ്ങൾ നമ്മൾ അറിയുന്നത് എന്തിനെന്നറിയോ? ജീവിതത്തിൽ അവർക്ക് ഗുണപാഠങ്ങളുണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിലും ഗുണപാഠമുണ്ട്. അത് അല്ലാഹനെ കണ്ടറിയാനാ. ആ പടച്ചു തമ്പുരാന്റെ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഒരിക്കലും തന്നെ പടച്ചവനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹനെ കുറിച്ച് പറയുമ്പോ അത് കേൾക്കാതെ അഹങ്കരിച്ചുകൊണ്ട് കടന്നു പോകരുത്. അതൊന്നും എനിക്ക് വേണ്ട. എത്രയോ ചെറുപ്പക്കാരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങളുടെ വാക്കുകളൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കെല്ലാം അറിയാം, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമല്ലോ. കാരണം ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എല്ലാ നന്മകളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഞാൻ പരാജയപ്പെടുന്നതെന്ന് എന്റെ പ്രിയമുള്ളവരെ അഹങ്കാരത്തോടു കൂടെ പടച്ചവനെ അവിടെ നിന്ന് ചോദിക്കുന്ന പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്, ഒരുപാട് ആളുകളെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊന്നും എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും നന്മയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും നമുക്ക് പരാജയം വരുന്നത് വെറുതെയാണ്. അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ അഹങ്കാരത്തോടെ തല തിരിച്ച അല്ലാഹു നമ്മെ തൊട്ടും തല തിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുക. നമ്മൾ അവിടുന്ന് അല്ലാഹനെ മറന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മളിലേക്ക് നോക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് പടച്ചറപ്പാണ്. നമുക്ക് വായു തരുന്നു, വെള്ളം തരുന്നു, ഭക്ഷണം തരുന്നു, പാർപ്പിടം തന്നു, നമുക്ക് നല്ല വാഹനം തന്നു, നമുക്ക് സൗന്ദര്യം തന്നു, സൗകര്യങ്ങൾ തന്നു. എല്ലാം തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ ആ പടച്ച തമ്പുരാനെ ഒരിക്കലും എന്റെ പ്രിയമുള്ളവരെ അറിയാൻ, മനസ്സിലാക്കാൻ നമ്മൾ കാണിക്കുന്ന എത്രത്തോളം ആത്മാർത്ഥത നമുക്കുണ്ട്. ഒന്ന് ഹൃദയത്തിലെ കൈ വെച്ചിട്ടൊന്ന് ആലോചിച്ചു. ഒന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്ക്, എന്റെ റബ്ബിനെ അറിയാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല? എനിക്കെല്ലാം തന്നത് അല്ലാഹയല്ലേ? ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവർ അല്ലാഹനെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്നിട്ടും നമ്മൾ ഇതൊന്നും അറിയില്ല. നമ്മളെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് നമ്മൾ അങ്ങനെ നടക്കും. എന്നിട്ടും പറയും, ഉസ്താദ് എനിക്ക് പരിഭവമാ, എനിക്ക് വിഷമങ്ങളാ, എനിക്ക് വേദനകളാ. ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതല്ലേ നമ്മുടെ അവസ്ഥ അല്ലേ? ഇതാണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ. അല്ലാഹ് നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹയാണ് നമ്മെ പടച്ചത്, അല്ലാഹയാണ് നമ്മുടെ സിട്ടാവ്. ആ പടച്ച തമ്പുരാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മറക്കരുത്, നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ അല്ലാഹനെ കൊണ്ട് നടക്കണം, അവന്റെ പ്രവാചകനെ കൊണ്ട് നടക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എത്ര ആളുകളാണ് അല്ലാഹന്റെ ദീനിനെ കളിയാക്കുന്നത്, അല്ലാഹന്റെ ദീനിനെ കളിയാക്കുന്ന എന്റെ പ്രിയമുള്ളവരെ എത്ര ആളുകളാണ്. അല്ലാഹുവേ, പർദ്ദയിട്ട ഒരുപാട് പെണ്ണുങ്ങൾ, തലയിൽ പടച്ചറബ്ബെ തലയിൽ തട്ടമിട്ട് പർദ്ദയിട്ടിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ വേണ്ട രൂപത്തിൽ അല്ലാഹു അംഗീകരിക്കാൻ കഴിയാതെ ഇസ്ലാമിനെ തെറി പറയുന്ന എത്ര ആളുകൾ. ഇസ്ലാമിന്റെ എന്തെങ്കിലും ശിആറുകളെ പറയുമ്പോൾ അങ്ങനെയല്ല, അത് വേണ്ടത് ഇങ്ങനെയാണ് എന്ന് സ്വന്തം യുക്തി കൊണ്ട് തിരുത്തിയിട്ട് എന്റെ പ്രിയമുള്ളവരെ പറയുന്ന ആളുകൾ. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിരിക്കുക, ഈ കാലഘട്ടത്തിലേക്ക് പോയിരിക്കുക എന്റെ പ്രിയമുള്ളവരെ. ഇങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ പല രൂപത്തിലാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹന്റെ ദീനിനെ കളിയാക്കുന്നത് നമ്മൾ കാണുന്നത്.
എണ്ണീറ്റിട്ട് അവരുടെ പിന്നാലെയും മൈക്കയും പിടിച്ചിട്ട് സപ്പോർട്ടും ചെയ്തിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? മൈക്കം പിടിച്ചിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നടക്കുന്ന ചില ആളുകൾ. എന്നിട്ട് അവർ വലിയ സംഭവങ്ങളായിട്ട് പറയും, ഞാൻ ദീൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് എന്ന് പറയും അല്ലേ? അങ്ങനെ ചില ആളുകളെ നമ്മൾ കണ്ടു. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. മദ്രസയിലും പള്ളിയിലൊക്കെ പോയിട്ട് മോശത്തരം പഠിക്കുന്നത് ആരാ? എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സഹോദരൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അടുത്ത ജന്മത്തിൽ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ, എനിക്ക് കഴിയുമെങ്കിൽ മദ്രസയിൽ പോയി പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ ഒരു സാഹിത്യകാരനാണ്. ആ സാഹിത്യം എന്നെ പഠിപ്പിച്ചത്, എനിക്ക് ഓർമ്മ തന്നത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ നന്മകൾ തന്നിട്ടുള്ളത് അല്ലാഹുവേ പടച്ചവനെ, മദ്രസയിൽ പോയി പഠിക്കുന്ന അവിടുത്തെ നന്മകളാണ്, ഇസ്ലാമിലെ നന്മകളാണ് എൻ്റെ സാഹിത്യം എന്നെ പഠിപ്പിച്ചെന്ന് അദ്ദേഹം പറയണ്ടായി. എനിക്ക് കഴിയുണ്ടെങ്കിൽ ഞാൻ ആ മദ്രസയിൽ പോയി പഠിക്കുമെന്ന് പറയുന്ന കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ, അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനിനെ പല രൂപത്തിൽ അല്ലാഹുവേ പടച്ചവനെ കളിയാക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതാ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്ക്, പടച്ചവനെ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എടുത്തു നോക്കിയാൽ അള്ളാന്റെ ദീനിനെ പടച്ചവനെ പല രൂപത്തിൽ കളിയാക്കുന്നത്, കോരിത്തെരിപ്പിക്കുന്നത് കാണുകയാണ്. മറ്റുള്ള മതസ്ഥരെ അല്ലെങ്കിൽ മതത്തിന്റെ ഓരോ ശിആറുകളെ കളിയാക്കുന്നതിനേക്കാൾ, അവിടുന്ന് പടച്ചവനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത് പരിശുദ്ധമായ ദീനെയാണ്, അള്ളാന്റെ ദീനിനെയാണ്. എന്തേ കാര്യമെന്നറിയോ മോനെ? അത് ഞങ്ങൾക്കൊരു വിഷയമല്ല, അത് നമുക്കൊരു വിഷയമല്ല. കാരണം അള്ളാന്റെ പരിശുദ്ധമായ ദീനിനെ അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയത്ത് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ ദീൻ നിന്നവരൊരു കോട്ടം സംഭവിച്ചിട്ടില്ല. അന്നേ ശത്രുക്കൾ മുഴുവനും കളിയാക്കി തുടങ്ങി. അള്ളാന്റെ ദീനിന് പടച്ചവനെ ഒരിക്കലും തന്നെ ഒരു കോട്ടവും സംഭവിക്കില്ല. കാരണം ഇത് അള്ളാന്റെ ദീനാ. ആരാ പടച്ചിട്ടുള്ളത്? ആരാ ഉണ്ടാക്കിയത്? ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹ്. ആ പടച്ച തമ്പുരാനാ പടച്ചവനെ ദീനില്, അള്ളാന്റെ ദീനല്ലേ, ആ ദീനിനെ സംരക്ഷിക്കുന്നവനാ ആ പടച്ച തമ്പുരാനായതുകൊണ്ട് ആര് തന്നെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും അള്ളാന്റെ ദീനിന് യാതൊരു കേടുപാടും സംഭവിക്കില്ല. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുത്തു. ആ ഖുർആൻ എൻ്റെ പ്രിയമുള്ളവരെ ഒരു കേടുപാടും കൂടാതെ ഇന്നും നിലനിൽക്കാനുള്ള കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാ മറ്റുള്ള ഗ്രന്ഥങ്ങൾ അല്ലാഹു തആല പറഞ്ഞല്ലോ, കേടുപാടുകൾ സംഭവിക്കും, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകും. എന്നാ വിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് ഞാനാ, ആ വിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കുന്നത് ഞാനാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിലോ എൻ്റെ പ്രിയമുള്ളവരെ, ആ വിശുദ്ധമായ ഖുർആൻ അത്രക്കും പവറുള്ളതാണ്. ഈ ഖുർആനിനെ നശിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ കരിവാരിത്തേക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ആർക്കാ കഴിയുന്നത്? ആർക്കും കഴിയില്ല. എന്നാൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എന്തെന്നറിയോ നിങ്ങൾ? ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ പർദ്ദയിട്ട് മക്കനയിട്ട് ചില ഉമ്മാമാരെ കാണാറുണ്ട്. പടച്ചവനെ ഒരു കയ്യിലൊരു മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് പറയും ദേ ഞാനൊരു പാട്ട് പാടുകയാണ്. എന്നിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങും ചില പാട്ടുകൾ. എന്നിട്ട് ആ പാട്ടോ പടച്ചുറപ്പെ കേട്ടാ നമുക്ക് ചിരി വരും. കുറെ സിനിമയിലും അവിടെ ഇവിടേക്കുള്ള പാട്ടുകൾ എടുത്ത് പാടിയിട്ട് വലിയ സംഭവമായെന്ന അവർ വിചാരം. ലൈക്കിന് വേണ്ടിയിട്ട്, ഷെയറിന് വേണ്ടിയിട്ട്, അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയിൽ തുറന്നിട്ട് ചില ഉമ്മാമമാർ പടച്ചവനെ തൊലിയൊക്കെ ചുക്കി ചൊളിഞ്ഞ് കണ്ണട പോലും ഇല്ലാതെ കണ്ണ് കാണൂല, അങ്ങനത്തെ ചില പ്രായം ചെന്ന ഉമ്മാമമാർ. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ പറഞ്ഞാൽ നമ്മളെ എടുത്തിട്ട് അവർ നമ്മളെ ട്രോളാൻ തുടങ്ങും അല്ലേ? ആ ചങ്ങാതി പറയുന്ന കണ്ടിട്ടോ എന്നും പറഞ്ഞിട്ട്. അങ്ങനത്തെ ഉമ്മാമമാര് ലൈവിൽ വരിക, വീഡിയോസിൽ വരിക, എന്നിട്ട് പറയുന്നത് ഞാനൊരു പാട്ട് പാടുകയാണ്.
എന്നിട്ട് പാട്ട് പാടുന്ന പാട്ട് കേട്ടാലോ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ചിരിച്ചു പോകും നമ്മൾ. അങ്ങനത്തെ പാട്ടും അങ്ങനത്തെ കഥകളുമായി എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ നടക്കുകയാ ചില ഉമ്മാമ്മമാർ ഇന്നത്തെ കാലഘട്ടം. പഴയ പോലെ നല്ല ഇന്ന് അല്ലെ, ആകെ മാറിപ്പോയി. ഉമ്മാമ്മമാരൊക്കെ ആകെ മാറിപ്പോയി. പണ്ടൊക്കെ ഉമ്മാമ്മമാര് സ്വലാത്തുമാലെ പിടിച്ചിട്ട് മക്കൾക്ക് സ്വലാത്ത് പറഞ്ഞു കൊടുക്കും, ദിക്ർ പറഞ്ഞു കൊടുക്കും. ചൊല്ലടാ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയുള്ള പാട്ടുകൾ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ സ്വലാത്തുകളും തസ്ബീഹുകളും തഹ്രീലുകളും കൊണ്ട് നടന്നിരുന്ന ഉമ്മാമ്മമാർ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നേരെ തിരിച്ചിട്ടാ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടപ്പോ എനിക്ക് ചിരിയാ വന്നത്. എന്നിട്ട് ഒരുപാട് ആളുകൾ ഉമ്മമാന്റെ പാട്ട് എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ ഇങ്ങനെ നടക്കാൻ. അല്ലാഹുവേ, ആ പർദ്ദയൊന്ന് അയച്ചു വെച്ചൂടെ? ആ തലയിൽ കിടക്കുന്ന തട്ടവും ആ മോക്കനൊക്കെ എന്തിനാ വെറുതെ ഇട്ടിട്ട് പരിശുദ്ധ ദീനിനെ പറയുന്നത്? എന്നിട്ട് ഒരു പ്രസംഗം, ഒരു ഉസ്താദ് ദുആ ചെയ്യുന്നത് പോലെ ഒരു ഉമ്മാമ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. കുറച്ച് ചങ്ങാതിമാർ അതിനെ എടുത്ത് ട്രോളുകയാ. ആ ഉമ്മാമ പറയുന്നതിന് ആമീൻ 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 എന്നും പറഞ്ഞിട്ട് അതും കണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവർ, ഈ ആമീൻ എന്ന് പറയുന്നതിനൊരു മഹത്വമുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ, നമ്മൾ ആമീൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോഴാണ് പടച്ചവനെ ആമീൻ പറയുന്നത്. അത് വല്ലാത്തൊരു വാക്കാ. അല്ലാഹുവിന്റെ ഖബൂലിയത്തിനെ സൂചിപ്പിക്കുന്ന പദമാണത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എൻ്റെ പ്രിയമുള്ളവരെ, അതിനെ കളിയാക്കുന്നവര്, ആമീൻ പറഞ്ഞിട്ട് ആമീനോടുകൂടെ കളിയാക്കുന്നവര്, എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അല്ലാഹുവോട് പറയുകയാണ്, പടച്ച റബ്ബേ നീ ഒന്ന് ചെയ്യ. അല്ലാഹുവേ, ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്ക. എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, നിനക്ക് കഴിയുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാ, ആമന്നാ ബിഖൈർ. അല്ലാഹുവോട് പടച്ച റബ്ബിനോട് ഖൈറിനെ ചോദിക്കുകയാ. പിന്നെയും പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ, ഇത് സ്വർഗ്ഗത്തിലൊരു പദവിയാണ്. ആമീൻ 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 എന്ന് പറയുന്നത് കൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നമുക്ക് വലിയ പദവി തരികയാണ്. അത് സ്വർഗ്ഗത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പദവിയാ. മാത്രമല്ല, മഹാനവറുകൾ വീണ്ടും പറയുന്നുണ്ട്, അത് ദുആഇന്റെ ഏറ്റവും വലിയൊരു ശക്തിയാണെന്ന്. ദുആഇന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ആമീൻ പറയുന്നതെന്ന് മഹാനവറുകൾ പറയുകയാ. അതിനെ കളിയാക്കുന്ന ആളുകള്, അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന, നിങ്ങൾ പറയുന്നത് അള്ളാന്റെ ദീനുമായി വെച്ചിട്ടാണ്. നിങ്ങൾ ആമീൻ പറഞ്ഞ് കളിയാക്കണ്ട. നിങ്ങൾക്ക് കളിയാക്കണമെങ്കിൽ നിങ്ങൾ കളിയാക്കിക്കോ, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. പരിശുദ്ധ ദീൻ ഒരിക്കലും കളിയാക്കാൻ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാന്റെ ദീൻ അവിടുന്ന് നന്മയ്ക്ക് വേണ്ടിയിട്ടാ പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിയുമെങ്കിൽ ആ ഉമ്മാനെ നമ്മൾ തിരുത്തണം. പഠിച്ചവനെ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മയാണെങ്കിൽ, ഉമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഗൗരവം എന്താണ്. അത് വെറുതെ എടുത്തിട്ട് നിങ്ങൾക്ക് കളിയാക്കാനുള്ളതല്ല. നിങ്ങൾ ഈ ദീനിന്റെ ശിആറും കാര്യങ്ങളും വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ അല്ലാഹനെ കളിയാക്കരുത്. പടച്ചവനെ തലയിൽ തട്ടമിട്ടിട്ട് കളിയാക്കരുത്. നിങ്ങൾക്കിത് പടച്ചവനെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സൽപ്പേര് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നമുക്ക് മരിച്ചു കിടക്കുന്ന സമയത്ത് ആളുകൾ പറയണം, അല്ലാഹുവേ എന്ത് നന്മ ചെയ്തിരുന്ന ആളാണ് അല്ലാഹ് എന്ന് നമ്മുടെ ആളുകൾ നമ്മെ കുറിച്ച് പറയണ്ടയോ? അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കളിയാക്കുന്നവരെ
നിങ്ങൾ ആമീൻ വെച്ചിട്ട് കളിയാക്കരുത്. നിങ്ങൾക്ക് വേറെന്തെങ്കിലും വെച്ചിട്ട് കളിയാക്കാതിരിക്കാം. പക്ഷെ അള്ളാന്റെ ദീനിന്റെ ശിആറുകൾ മനസ്സിലാക്കാതെ അല്ലാഹുവേ പടച്ചവനെ അത് വെച്ചിട്ട് അള്ളാനെ നിങ്ങൾ തരം താഴ്ത്തുന്ന രൂപത്തിൽ പരിശുദ്ധ ദീനിനെ കളിയാക്കി കൊണ്ടിരിക്കരുത്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം, ഇനി നാളെ ഇലക്ഷന്റെ റിസൾട്ട് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. ഒരുപാട് ഉമ്മമാരും വാപ്പമാരും ആ റിസൾട്ട് സഹോദരങ്ങളെ കാത്തിരിക്കുകയാണ്. നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. ഈ ഇലക്ഷന്റെ റിസൾട്ട് കടന്നു വന്നാൽ അല്ലാഹു തആല ഓരോ നാട്ടിലും ഖൈറായ അനുയോജ്യമായ ഭരണാധികാരികൾ അല്ലാഹു തആല നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പർദ്ദ ധരിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കളിയാക്കുന്ന രൂപത്തിൽ ആടിയും പാടിയും പടച്ചവനെ നടക്കുന്ന സഹോദരിമാരെ കാണാറുണ്ട്. ഇലക്ഷന്റെ റിസൾട്ട് വന്ന് കള്ളു കുടിച്ചിട്ട് പോലും പടച്ചവനെ ചില ചെറുപ്പക്കാര് അല്ലാഹുവേ അങ്ങാടി തെരുവിലൂടെ ആടിപ്പാടുന്നുണ്ട്. മോനെ, നിന്റെ നാടിന്റെ ഐക്യത്തിന്, നിന്റെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്തത് കാട്ടല്ലടാ, അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്തത് ചെയ്യല്ലേ. പടച്ച റബ്ബ് വിലക്കിയ കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവേ ആട്ടും പാട്ടവും കൊട്ടുമായിട്ട് നടന്നിട്ട് അവസാനം ജീവിതം മോനെ നഷ്ടപ്പെട്ടരുത്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇലക്ഷൻ വന്നു, അതിന്റെ റിസൾട്ട് കാത്തിരിക്കുക. ഈ റിസൾട്ട് വന്നു കഴിയുമ്പോ പടച്ചവനെ കൊടിയും പിടിച്ചിട്ട് പർദ്ദ ധരിച്ചിട്ട് ഹിജാബും ധരിച്ചിട്ട് റോഡിലൂടെ നടന്നിട്ട് ചാടുന്ന കുമാരെ കാണും അല്ലേ? തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് പടച്ചവനെ ട്രൗസർ ഇട്ടിട്ട് കയ്യിലും കാലിലും ഒക്കെ പടച്ചവനെ ബാൻഡൊക്കെ കെട്ടി വെച്ചിട്ട് അല്ലാഹുവേ ശരീരത്തിലുള്ള വസ്ത്രമൊക്കെ അഴിച്ചിട്ട് ഒരു ട്രൗസറും ഉണ്ടാകും ഒരുത്തന്. അവരും ചാടി കളിക്കുന്നത് കാണാം അല്ലേ? ചില ആളുകൾ മദ്യപിച്ചിട്ട് നടക്കുന്നത് കാണാം. ഇനി ഇലക്ഷന്റെ റിസൾട്ട് വന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, റിസൾട്ട് വരുന്ന സമയം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, 100ന്റെ മുകളിൽ അൽഹംദുലില്ലാ നമ്മുടെ ലൈവിരുന്ന ആളുകളുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ഇൻഷാ അല്ലാഹ് 9 മണിക്ക് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് ഉണ്ടാകും. ഈ ആളുകളോടൊക്കെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആളുകളും കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരേക്ക് എത്താൻ എല്ലാവരും ലൈക്ക് ബട്ടൺ അമർത്തിയ മറ്റുള്ളവരിലേക്കൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവുകളൊക്കെ ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് എത്താൻ കഴിയും. അതൊക്കെ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹിന്റെ ദീനില്, പടച്ച റബ്ബിന്റെ ദീനിൽ നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹിന്റെ ഈ ശിആറുകൾ തട്ടമിട്ടിട്ട് നമ്മൾ തൊപ്പി ധരിച്ചിട്ട് ഒരിക്കലും തന്നെ അള്ളാഹിന്റെ ദീനിനെ കളിയാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബ് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതവാ ഇത് ഇവിടെ നിന്ന് അല്ലാഹു തആല നമുക്ക് തന്ന ആയുസ് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷാ സെന്റർ. ഇവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ പണിയെടുത്താൽ നമുക്ക്, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവെ പരിശുദ്ധ ദീനിൽ നമുക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹിനെ കണ്ടറിഞ്ഞിട്ട് നമുക്ക് മുമ്പിലേക്ക് ചെല്ലാം, പുഞ്ചിരിച്ച് ചെല്ലാം, നമുക്ക് പ്രകാശമുള്ളവരായിട്ട് ചെല്ലാം. ഇവിടെ വെച്ചിട്ട് ഹറാമിന്റെ പേക്കൂത്തുകളും അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കിയും ആഡംബരങ്ങളുടെ മുമ്പിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം തീർന്നു. ഇന്ന് പല മക്കളും, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് പല മക്കളും വാപ്പമാര് പറഞ്ഞു കൊടുക്കുക, മോനെ, പല മക്കളോടും ഇന്ന് വാപ്പമാര് പറയാം, മോനെ, ജീവിക്കണമെങ്കിൽ പണം വേണടാ, ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം, ഇനി അങ്ങോട്ട് സമ്പത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല. മകന് ആകെ കേൾക്കുന്നത് ഈ സമ്പത്തിന്റെ കാര്യമാണ്. ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമെന്ന്. മകൻ സമ്പത്തുണ്ടാകാൻ വേണ്ടി നെട്ടോട്ടം ഓടും. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മകൻ എന്തും ചെയ്യും. അവൻ കഞ്ചാവ് വിൽപ്പനക്കാരനാകും, MDMA വിൽപ്പനക്കാരനാകും, ഹറാമിന്റെ പേക്കുത്തുകളിൽ പണമുണ്ടാക്കാൻ അവൻ എന്തും ചെയ്തുകൊണ്ടിരിക്കും. കാരണം ബാപ്പ അവനിക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ എന്താ? മോനെ, ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന്.
നമ്മുടെ ഇരുലോകത്തും ജീവിക്കണമെങ്കിൽ മോനെ ഈമാൻ വേണമെന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പറയില്ലേ, ഉസ്താദേ എൻ്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എൻ്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് ദുനിയാവിന്റെ മോഹങ്ങൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കുത്തിവെക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ മക്കളുടെ മനസ്സിനകത്തേക്ക് നന്മയുടെ പൂക്കൾ, അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, പരിശുദ്ധ ദീനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും പരാജയപ്പെടില്ല. അവർ തെറ്റുകളിലേക്ക് പോകില്ല, നമ്മ അനുസരണക്കേട് കാണിക്കില്ല. ഇത് കാണിക്കുന്ന കാരണം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഹറാമിന്റെ കാര്യങ്ങളാണ്, ദുനിയാവിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ എവിടെ നിന്നാണ് നമ്മുടെ മക്കൾ നന്നാവുക? പിന്നെ നീ പോയിട്ട് എത്ര നൂല് കെട്ടിയിട്ടും കാര്യമില്ല. ഏത് ഉസ്താദിന്റെ അടുത്ത് എൻ്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നിട്ടും കാര്യമില്ല. ഏത് ഇൽമിന്റെ മജ്‌ലിസ് സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല. കാരണം നീ കുത്തിവെച്ച സാധനം ദുനിയാവാ മക്കളുടെ ഹൃദയത്തിലേക്ക്. എവിടെ നിന്ന് കയറും നിന്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹിനെ കുറിച്ച്? നിനക്ക് നിന്നോടുള്ള സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകും? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നീ കൊടുത്ത മരുന്ന് ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു ചതിക്കുന്ന ചരക്കാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് ചതിക്കും മോനെ. അപ്പൊ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ദുനിയാവ് നമ്മെ ചതിക്കും, നമ്മുടെ മക്കളെ ചതിക്കും. നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് മക്കളെ കുറിച്ചൊക്കെ നല്ല ബോധം. എല്ലാവരും പറയും, ഉസ്താദേ മക്കൾ നന്നാവാൻ ദുആ ഇരിക്കണം. എടാ ദുആ ചെയ്തിട്ട് മാത്രം പോരാ. മക്കൾ നന്നാവണമെങ്കിൽ എവിടെ നിന്നും ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയും നമ്മൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷനും ഉണ്ട്. അത് കൊടുത്താൽ നമ്മുടെ മക്കൾ അവിടെ നിൽക്കും, അല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മക്കൾ ചിന്തിക്കണം. നമ്മൾ പറയാൻ ആഗ്രഹിച്ച് നമ്മുടെ മക്കൾ പറയണം. നമ്മൾ കാണാൻ ആഗ്രഹിച്ച് നമ്മുടെ മക്കൾ കാണണം. ആ രൂപത്തിലേക്ക് നമ്മൾ അല്ലാഹുവിനോട് ചെറുപ്പം മുതൽക്കേ നമ്മൾ തുടങ്ങണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ പരാജയം വരുന്ന ഒന്നാമത്തെ കാരണം ഉമ്മയാണ്. നമ്മുടെ ഉമ്മമാര് ഗർഭം ധരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട്. ആ സമയത്ത് ഖുർആൻ ഹിഫ്ലാക്കി എന്ന എത്രയോ മഹാന്മാരുടെ ഉമ്മമാരുണ്ട്. ആ മക്കള് ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ ആ മക്കൾ അള്ളാഹിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നടന്നു, വിശുദ്ധ ഖുർആനെ സ്നേഹിച്ചുകൊണ്ട് ഹാഫിദീങ്ങളായി മാറി. പ്രസവ സമയത്ത് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിലാണ് ഇന്ന് പല കുട്ടികളും. നിങ്ങൾക്ക് അറിയോ? നമ്മുടെ മരുമക്കളൊക്കെ നോക്കാം അവരെന്ത് ചെയ്യുന്നു. നമ്മുടെ മക്കള് റെസ്റ്റാന്നും പറഞ്ഞ് വീട്ടിലേക്ക് വരും. അപ്പം ഇങ്ങനെ എടുത്തിട്ട് 24 മണിക്കൂറും അവർ മൊബൈലിൽ ഇങ്ങനെ കുത്തി തോണ്ടി കറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒന്ന് നോക്ക് എൻ്റെ മകൾ എന്താ കാണുന്നത്, എന്താ ചെയ്യുന്നത്. ജനിച്ചു വരുന്ന കുട്ടിക്ക് ഇത് വല്ലാത്തൊരു ബന്ധമുണ്ട്. ഈ കുട്ടിയുടെ ജീവിതത്തിലും പിന്നെ ഉള്ളതെന്താ ഈ ഒരൊറ്റ ചിന്ത, മൊബൈൽ ഫോണിന്റെ ചിന്തയാണ്. മനസ്സിലായോ? പിന്നെ വലുതാകുന്ന സമയത്ത് പഠിച്ചവനെ കോരിക്കൊടുക്കുക, കുട്ടിക്ക് ഇങ്ങനെ കോരിക്കൊടുക്കും. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കലക്കിയിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ? കൊച്ചുകുട്ടിയാ, പൊടിയൊക്കെ കലക്കി കൊടുക്കും. കുട്ടി കഴിക്കൂല. ഉമ്മ എന്താകും, കണ്ടോന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നത് മുമ്പിൽ ഇങ്ങനെ വെച്ചെടുക്കുന്ന മൊബൈൽ ഫോണാണ്. കുട്ടി അതിങ്ങനെ കിട്ടിയാൽ ആദ്യം നോക്കും, നല്ല രസമുണ്ടല്ല അല്ലേ? കുട്ടി ഇങ്ങനെ നോക്കും. ഞാൻ ഒന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ കുത്തിരുന്നപ്പോൾ ഞാനിത് കേട്ടിരുന്നു, ഇതായിരുന്നല്ലേ ആ സാധനം, അമ്പടാ അത് ഉഷാറാണല്ലോ. കുട്ടി എന്താ ചെയ്യാ? പിന്നെ കുട്ടിയുടെ മൈൻഡ് മൊത്തം ഇതാ. കുട്ടിയുടെ എല്ലാ മൈൻഡും പിന്നെ മൊബൈൽ ഫോണാണ്. പിന്നെ കുറച്ച് പിറ്റീസായി കുട്ടിക്ക് അറിയാൻ തുടങ്ങി ഭക്ഷണം കൊടുത്ത. കാരണം എന്താ? ഈ സാധനം കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ചോറ് പിന്നെ വലുതായി ചോറ് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും കുട്ടിക്ക് വെച്ചുകൊടുക്കുന്ന സാധനം എന്താ? മൊബൈൽ ഫോണാണ്. കാരണം കുട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് കരയും, ഭക്ഷണം കഴിക്കില്ല. ചില ഉമ്മമാര് അഭിമാനത്തോടു കൂടെ പറയാം, അവനെ ഈ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അത് കിട്ടാതെ അവനങ്ങോട്ട് ചോറ് വയ്ക്കൂല. മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിലും എനിക്ക് എന്തൊക്കെ അറിയുന്നറിയോ ഉമ്മമാര് പറയലില്ലേ അല്ലേ? പറയും. ചില കുട്ടികളുണ്ടാകും മൊബൈൽ ഫോൺ ഉമ്മ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടാകും മുമ്പിൽ. ചോറ് തൊള്ളേ കൂടി പോകുന്നത് അറിഞ്ഞിട്ടുണ്ടാകൂല. എന്തൊക്കെ വിളിച്ചാ പോലും കുട്ടികൾ വിളിയേക്കൂല. ഉമ്മമാർക്ക്, മടിയത്തികളായ ഉമ്മമാർക്ക് അത് നല്ല സുഖമാണ്. അതിന് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക. പിന്നെ കുട്ടികളെ പാടായി, കുട്ടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിക്കോളും അല്ലെ, അവിടെ കുത്തിരുന്നോളും. പക്ഷേ ഇതൊക്കെ ദുനിയാവിൽ നമുക്ക്, നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിന് കേടാണ്, ചിന്തക്ക് കേടാണ് എന്ന് നമുക്ക് തിരിയുന്നത് നമ്മുടെ മക്കൾ വലുതാകുന്ന സമയത്താണ്.
അവർക്ക് മൊബൈൽ ഫോൺ പിന്നെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് ഒരു ഭാഗമായിട്ട് മാറുകയാണ്. ചോറ് കഴിക്കുമ്പോൾ അത് മൊബൈൽ ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് പടച്ചോനെ ചോറിൻ്റെ കൂടെ മൊബൈൽ ഫോൺ വേണമെന്നുള്ളതാണ്, കൂട്ടാനൊക്കെ കറിയില്ലാത്ത പോലെ. അതാണ് ഇന്ന് ചില മക്കളുടെയൊക്കെ വിചാരം. അതുകൊണ്ട് ആ വിഷയം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. മൊബൈൽ ഫോൺ നമ്മുടെ കുട്ടികൾക്ക് വല്ലാണ്ട് കൊടുക്കണ്ട. നമ്മൾ മൊബൈൽ ഫോണിൽ കാണിച്ചു കൊടുക്കേണ്ട അള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെയാണ്. പക്ഷെ ഇന്ന് കുട്ടികൾ കാണുന്നതിലെ ഒരു ഭാഗത്തുനിന്ന് വെടിവെക്കുന്ന സംഭവങ്ങളാണ്. എന്നിട്ട് അതിങ്ങനെ കുട്ടികൾ പിന്നെ നടക്കും തോറും പിന്നെ എന്താ അങ്ങനെ വെടിവെച്ചിട്ട് നടക്കുക. പിന്നെ അത് ഗെയിമായി, പിന്നെ ജീവിതത്തിൽ മൊത്തം വെടിവെപ്പായി. അവസാനം എവിടെയെങ്കിലും വല്ല മൊബൈലിന് അഡിക്ഷനായി, ഗെയിമിന് അഡിക്ഷനായി എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ കൊണ്ടുവരുന്ന കാണാം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മൊബൈൽ ഫോണ് യൂസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. മനസ്സിലായോ? അള്ളാഹു ബോധം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ ഫാത്തിഹ മഹാന്മാരുടെ പേരിൽ ഓതിയിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി